ഈ ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞ എന്താ? ഇപ്പൊ തുപ്രങ്ങോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അവിടെ ഒരു സ്ഥലത്ത് ഓഫീസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി ചാലഞ്ച് നടത്തുന്നുണ്ട്. ഒരു ബക്കറ്റ് ബിരിയാണി വരെ കൊടുന്നേരും. അതിന് കൊടുക്കേണ്ടത് 500 റുപ്യ. ബിരിയാണിക്ക് ഇപ്പോൾ 60 റുപ്യ കൊടുത്താൽ ഇവിടെ കിട്ടുമല്ലോ. 500 രൂപ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ? ഒരു 5 ആൾക്ക് കഴിക്കാനുള്ള ഒരു ബക്കറ്റ് ബിരിയാണി തരികയാണ്. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടത്തുന്ന ഓരോ സംഭവങ്ങളാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ബസ്സിൽ കയറിയപ്പോൾ ബസ്സിൽ കണ്ടക്ടർ ഞാൻ പൈസ അങ്ങോട്ട് കൊടുക്കാതെ നിന്നപ്പോൾ മൂപ്പര് ഒരു ബക്കറ്റ് എടുക്കേണ്ടി വരികയാണ്. അപ്പോൾ എന്താ, ഒരു കിഡ്നി രോഗിക്കുള്ള പിരിവ ബസ്സിൽ. അന്നത്തെ ഓട്ടം ആ സാധുവിന് അവരെ കൂട്ടത്തിലുള്ളൊരു കണ്ടക്ടർക്ക് വേണ്ടിയാണ്. കുറ്റിപ്പുറത്തേക്ക് എൻ്റെ പൈസ 13 റുപ്യാണ്. പക്ഷെ ഞാൻ ഇട്ടത് അതല്ല. അതെന്താ? ചികിത്സയാണ്. അവിടെ കുറ്റിപ്പുറത്തേക്ക് 13 എന്നുള്ളത് പറഞ്ഞാണ്ട് 100 പറഞ്ഞാണ്ട് അവിടെ നിന്ന് പത്രസമ്മേളനം നടത്തല. അങ്ങനെയാണെങ്കിൽ എത്ര നടത്തണം? നമ്മുടെ നാട്ടിൽ കോയമുട ലേലം ചെയ്യൽ എത്രയുടെ 1 ലക്ഷത്തിനാണ്. അതിനെന്താ പറയേണ്ടത്? പെടക്കോയുടെ മുടക്ക് ഇത്ര റുപ്യാകുമെന്ന് വെച്ചിട്ടാ പത്രസമ്മേളനം വിളിക്കല്? ഒരു മനുഷ്യൻ ഇങ്ങനെ തരം താഴാൻ പാടുണ്ടോ? ഞങ്ങൾ കൊടുക്കും. മുസ്ലിം ലീഗിനാ ഞങ്ങൾ കൊടുക്കുന്നത്. മുസ്ലിം ലീഗിന് ജീവൻ കൊടുത്ത ആൾക്കാരുണ്ട് ഇവിടെ. മുസ്ലിം ലീഗിന് വേണ്ടി അധ്വാനിക്കുന്നവരാ ഞങ്ങൾ. അപ്പൊ ആ തുണി ഞങ്ങൾക്ക് വെറുതെ തരികയാണ്. ആ തുണിക്ക് ഞങ്ങൾ എത്ര കൊടുത്താലെന്താ? നിങ്ങൾക്കറിയോ, എൻ്റെ ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോ വന്യരായ ഹൈദരലി തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് മുസ്ലിം ലീഗിന്റെ ജില്ലാ ഓഫീസിലെ യോഗത്തിൽ. എന്താണ് തങ്ങൾക്ക് വേണ്ടി നമ്മൾ നിത്യസ്മാരകമായി നിർമ്മിക്കേണ്ടത്? അവളുടെ അഭിപ്രായം അനുസരിച്ച് വന്നപ്പോ മുസ്ലിം ലീഗരോട് ചോദിച്ച 1 രൂപ നാണയം, ഒരു കൊട്ടനുറുപ്പ്യ എടുത്താൽ, നാടൻ ഭാഷയിൽ തിരിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൊട്ടനുറുപ്പ്യ ലീഗേര് തന്നാൽ 1000കണക്കിന് താജ്മഹലുകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. പക്ഷെ കാക്കക്ക് കാഷ്ടിക്കാൻ എന്തിനാ നമുക്ക് ആ രമ്യഹർമ്മ്യങ്ങൾ? ജനങ്ങൾക്ക് ഉപകാരമുള്ള വല്ലതും ഉണ്ടാക്കട്ടെ. അങ്ങനെയാണ് ബൈത്തുർ റഹ്മ വരുന്നത്. നമ്മളെ പരിപാടി അതാണ്.